ഒരു വ്യക്തിയുടെ ഐഡന്റിറ്റിയാണ് ആ വ്യക്തിയുടെ പേര്. അവരുടെ ജീവിതവുമായി വലിയ ബന്ധം തന്നെ വന്നു ചേരുന്നു. ഭാഗ്യ നിർഭാഗ്യങ്ങളും ഒരു വ്യക്തിയുടെ പേരിൽ ഒളിഞ്ഞിരിക്കുന്നു എന്നതാണ് വാസ്തവം. ഇത് ന്യൂമറോളജിയിൽ വ്യക്തമായി പരാമർശിക്കുന്ന കാര്യമാണ്. അതിനാൽ മാത്രമല്ല ഒരു വ്യക്തിയുടെ പേരിന്റെ പ്രസക്തി നിത്യവും അവരുടെ മാതാപിതാക്കൾ അവരുടെ പേര് വിളിക്കുന്നതാകുന്നു. കുഞ്ഞിലെ മുതൽ ഇത്തരത്തിൽ പേര് ഉരുവിടുന്നു. ഈ പേര് ദേവതയുടെ അല്ലെങ്കിൽ ദേവതയുമായി ബന്ധപ്പെട്ട പേര് ആകുമ്പോൾ ആ വീടുകളിൽ ഐശ്വര്യം നിറയുവാൻ അത് സഹായകരമാണ് എന്ന കാര്യവും ഓർക്കുക. ദേവതയുമായി ബന്ധപ്പെട്ട നാമം ഒരു വ്യക്തിക്ക് വരുമ്പോൾ ആ ദേവതയുടെ പല രീതിയിലുള്ള ഗുണകരമായ കാര്യങ്ങൾ, സവിശേഷതകൾ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് എപ്പോഴെങ്കിലും കൈവരിക്കുവാൻ സാധിക്കും. ഇതിനാൽ ഒരു വ്യക്തിയുടെ നാമത്തിന് വലിയ പ്രാധാന്യം തന്നെ നൽകപ്പെട്ടിരിക്കുന്നതാകുന്നു. ചില നാമങ്ങൾ ഉള്ളവർക്ക് ഭാഗ്യത്തിന് മേൽ ഭാഗ്യം ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. ഇത് പൊതുഫലപ്രകാരമാണ്. ഈ നാമങ്ങൾ ഏതെല്ലാമാണ് എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. വെള്ളിയാഴ്ച നടത്തുന്ന വിശേഷാൽ ലക്ഷ്മി പൂജയിൽ, ലക്ഷ്മി വരാഹി പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ലക്ഷ്മി ദേവിയുടെ നാമങ്ങളാണ് ആദ്യം പരാമർശിക്കുവാൻ സാധിക്കുക. അതിഥി എന്ന നാമം ഏറ്റവും ശുഭകരമാണ്. മയിൽപീലിയുള്ള ദേവത എന്നാണ് അതിഥി എന്ന നാമത്തിന്റെ അർത്ഥം എന്നുകൂടി പരാമർശിക്കാം. അതേപോലെ തന്നെ ദ്യുതി എന്ന പേരിടുകയാണ് എങ്കിൽ, പേര് കുട്ടിക്ക് നൽകുകയാണ് എങ്കിൽ, വെളിച്ചം അഥവാ പ്രഭ എന്ന അർത്ഥം വരുന്ന ഈ പേര് പോലെ തന്നെ കുട്ടിയും അത്തരത്തിൽ ഉയർച്ച നേടുവാൻ സാധിക്കുന്ന രീതിയിലേക്ക് മാറും എന്ന് തന്നെ പറയാം. ജീവിതത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വന്നു ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു. ജയലക്ഷ്മി എന്ന പേര് പലപ്പോഴും പല സ്ത്രീകൾക്കും ഉള്ളതാണ്. വളരെ പണ്ടുകാലം മുതൽ തന്നെ എപ്പോഴും നാം കേൾക്കുന്നതായ ഒരു പേര് തന്നെയാണ് ജയലക്ഷ്മി. വിജയിച്ച സമ്പത്തിന്റെ ദേവത എന്നിങ്ങനെ അർത്ഥം വരുന്നു. അതിനാൽ തന്നെ ഈ നാമം ഏറ്റവും വിശേഷമാണ് കുട്ടികൾക്ക് നൽകുവാൻ എന്ന കാര്യം ഓർക്കുക. മാനുഷി എന്ന പേര് പലപ്പോഴും കേൾക്കാത്തതായ പേരാണ്. അത്ര കോമൺ അല്ല എന്ന് തന്നെ പറയാം. അത്ര പരിചിതമല്ലാത്ത പേരാണ്. എന്നാൽ ഈ പേര് നിങ്ങൾ നൽകുകയാണ് എങ്കിൽ ആ കുട്ടിക്ക് വളരെ അനുകൂലമായ കാര്യങ്ങൾ തന്നെ വന്നു ചേരാം. ദയയുള്ളവർ എന്നാണ് ഈ പേരിന്റെ അർത്ഥം. ഈ നാമവും പെൺകുട്ടികൾക്ക് നൽകുവാൻ ഏറ്റവും ഉത്തമമായ നാമം തന്നെയാണ്. പത്മപ്രിയ എന്ന നാമം ഏറ്റവും വിശേഷപ്പെട്ടതായ നാമമാണ്. താമര ഇഷ്ടമുള്ളവൾ എന്നാണ് ഇതിൻ്റെ അർത്ഥമായി വരുന്നത്. ശുഭകരമായ പേര് തന്നെയാകുന്നു. മറ്റൊരു പേര് രുക്മിണി എന്നാണ്. രുക്മിണി ഏവർക്കും അറിയാവുന്ന നാമം തന്നെയാണ്. ഈ നാമം ശ്രീകൃഷ്ണ ഭഗവാനുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്ന ഒരു നാമം തന്നെയാണ്. ഭഗവാന്റെ പത്നിയുടെ നാമം തന്നെയാണ് രുക്മിണി. അതിനാൽ തന്നെ ഈ നാമം പെൺകുട്ടികൾക്ക് കൊടുക്കുന്നത് അഥവാ ഇടുന്നത് ഏറ്റവും ശുഭകരമാണ്. സ്വർണം അണിഞ്ഞവൾ എന്നാണ് ഈ നാമത്തിന്റെ അർത്ഥം. അത്രമേൽ പ്രാധാന്യമുള്ള നാമം. പെൺകുട്ടികൾക്ക് ഇടാൻ സാധിക്കുന്ന ഏറ്റവും ശുഭകരമായ നാമങ്ങളിൽ ഒന്ന് തന്നെയാണ് എന്ന് പറയാം. കൂടാതെ ശിവങ്കരി എന്ന നാമവും ഏറ്റവും ശുഭകരമാണ്. എല്ലാ ശുഭകാര്യത്തിൻ്റെയും തുടക്കം എന്ന് തന്നെ അർത്ഥമാക്കാം. അതിനാൽ ഈ നാമവും പെൺകുട്ടികൾക്ക് നൽകുന്നത് ശുഭകരമാണ്. ഇനി പറയുന്ന നാമം പലപ്പോഴും സുപരിചിതമായ നാമമാണ്. പല പെൺകുട്ടികൾക്കും ഉള്ള നാമം തന്നെയാണ് ദേവിക എന്ന നാമം. ചെറിയ ദേവി എന്നാണ് അർത്ഥമാക്കുന്നത്. ചെറുദേവി എന്ന് തന്നെ പറയാം. അതിനാൽ ഈ നാമവും ഏറ്റവും ശുഭകരമാണ് എന്ന് തന്നെ പറയാം. രാധ എന്ന നാമവും പല സ്ത്രീകൾക്കും ഉള്ളതാണ്. ഈ നാമത്തിന്റെ അർത്ഥം ഏറ്റവും വിശേഷപ്പെട്ട ചില അർത്ഥങ്ങളാണ്. അഭിവൃദ്ധി എന്ന് അർത്ഥമാക്കാം. വിജയം, ധനം, കൃത്യമായ തുടങ്ങിയ അർത്ഥങ്ങളും വരുന്നു. പെൺകുഞ്ഞുങ്ങൾക്ക് ഇടാൻ സാധിക്കുന്ന ഏറ്റവും ശുഭകരമായ നാമങ്ങളിൽ ഒന്ന് എന്ന് തന്നെ പറയാം. മറ്റൊരു നാമം വിഷ്ണുപ്രിയ എന്നാണ്. വിഷ്ണുപ്രിയ നാം കേൾക്കുന്ന സുപരിചിതമായ ഒരു നാമം തന്നെയാണ്. വിഷ്ണു ഭഗവാന്റെ പ്രിയപ്പെട്ടവൾ എന്നാണ് ഈ നാമത്തിന്റെ അർത്ഥം.
എത്രമേൽ വിശേഷമാർന്ന പേരാണ് എന്ന് ഇതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ നാമം ഉണ്ട് എങ്കിൽ അത് വിഷ്ണു ഭഗവാനുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്ന നാമം തന്നെയാണ്. ശുഭകരമാണ് നിത്യവും ഈ പേര് പറയുന്നത് എന്ന് കൂടി മനസ്സിലാക്കുക. ശ്രീനിക എന്ന പേര് അത്ര സുപരിചിതമല്ല. നമ്മുടെ കേരളത്തിൽ അത്ര സുപരിചിതമായ ഒരു നാമമാണ് എന്ന് തോന്നുന്നില്ല. എന്നാൽ ഈ നാമത്തിന് വളരെ വിശേഷമാർന്ന അർത്ഥങ്ങളുണ്ട്. ലക്ഷ്മി ദേവി അഥവാ താമര, ഭഗവാന്റെ ഹൃദയത്തിൽ വസിക്കുന്നവൾ എന്നിങ്ങനെയെല്ലാം അർത്ഥമുണ്ട്. അതിനാൽ പെൺകുഞ്ഞുങ്ങൾക്ക് ഇടാൻ സാധിക്കുന്ന വിശേഷമാർന്ന നാമമാണ് എന്ന് തന്നെ പറയാം. മറ്റൊരു നാമം വാഗമി എന്നാണ്. വേദങ്ങളാൽ വിരിഞ്ഞവൾ എന്ന് അർത്ഥമാക്കുന്നു. അത്തരത്തിൽ വളരെ വിശേഷമാണ് എന്ന് തന്നെ ഈ നാമത്തിന്റെ അർത്ഥമായി പറയാം. ഈ നാമം പെൺകുഞ്ഞുങ്ങൾക്ക് ഇടുന്നതും ഏറ്റവും ശുഭകരമാണ്. മറ്റൊരു നാമം ആർണ എന്നാണ്. ആർണ എന്ന നാമത്തിന്റെ അർത്ഥം നദി എന്നാണ്, അല്ലെങ്കിൽ ലക്ഷ്മി ദേവി എന്നാകുന്നു. മറ്റൊരു നാമം ശ്രേയ എന്നാണ്. ശ്രേയ എന്ന നാമം സുപരിചിതം തന്നെയാണ്. പല പെൺകുഞ്ഞുങ്ങൾക്കും ഉള്ള ഒരു നാമം തന്നെയാണ്. എന്നാൽ ഈ നാമത്തിന് ചില സവിശേഷതകളുണ്ട്. ഏറ്റവും ശ്രേയസേറിയവൾ എന്ന് അർത്ഥമായി വരുന്നു. അഭിവൃദ്ധി എന്നുകൂടി അർത്ഥമായുണ്ട്. അതിനാൽ ഈ നാമം ആ പെൺകുഞ്ഞുങ്ങൾക്ക് നൽകുന്നത് ഏറ്റവും ശുഭകരം തന്നെയാകുന്നു. ഇതിലൂടെ തീർച്ചയായും ആ വീടുകളിൽ നിത്യവും ഈ നാമം പറയുന്നതിലൂടെ പോലും പോസിറ്റീവ് ഊർജം വർദ്ധിക്കുകയും ശുഭകരമായ കാര്യങ്ങൾക്കും സാധ്യത കൂടുതലാണ്. പെൺകുഞ്ഞുങ്ങൾക്ക് ഇടാൻ ഏറ്റവും ശുഭകരമായ നാമം എന്ന് തന്നെ പറയാം. ദർശ് എന്നാണ് നാമം. ഈ നാമത്തിന്റെ അർത്ഥം കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ലക്ഷ്യം, നേതൃപാടവം ഉള്ളവർ എന്ന് തന്നെ അർത്ഥമാക്കാം. കൂടാതെ ലക്ഷ്യത്തെക്കുറിച്ച് അറിയുന്നവർ, സങ്കല്പമുള്ളവർ എന്നിങ്ങനെ അർത്ഥമുണ്ട്. അതിനാൽ ഇത്തരത്തിലുള്ള സ്വഭാവ സവിശേഷതകളും അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ശുഭകരമായ നാമം. ഇനി പരാമർശിക്കുന്നതായ നാമം ബാസി എന്നാണ്. ബാസി കേരളത്തിൽ സുപരിചിതമായ നാമം തന്നെയാണ്. പല വ്യക്തികൾക്കും ഉള്ള നാമം തന്നെയാകുന്നു. എന്നാൽ ഈ നാമത്തിന് വളരെ വിശേഷപ്പെട്ടതായ അർത്ഥമുണ്ട്. തിളങ്ങുന്നവർ എന്നാണ് അർത്ഥം. കൂടാതെ ക്രിയേറ്റീവായി ചിന്തിക്കുന്നവർ, കഴിവിനാൽ നേട്ടങ്ങൾ സ്വന്തമാക്കുന്നവർ, അപാരമായ ബുദ്ധിശക്തിയുള്ളവർ എന്നിങ്ങനെ അർത്ഥമാക്കാം. ഇത്തരത്തിലുള്ള സ്വഭാവ സവിശേഷതകളും ആ കുഞ്ഞിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഓർക്കുക, മറ്റൊരു നാമം വളരെ സുപരിചിതമായ നാമമാണ്. ഗോകുൽ എന്ന നാമം. ഗോകുൽ എന്ന നാമത്തിന് വളരെയധികം പ്രത്യേകതകളുണ്ട്. വളർന്ന സ്ഥലം എന്ന് അർത്ഥമാക്കാം. ഏത് കാര്യവും നടത്തുവാൻ കെൽപ്പുള്ളവർ, ത്രാണിയുള്ളവർ എന്ന് തന്നെ അർത്ഥമാക്കാം. ആക്റ്റീവായവർ എന്ന് തന്നെ അർത്ഥമാക്കുവാൻ സാധിക്കും എന്നുകൂടി മനസ്സിലാക്കുക. ഏറ്റവും ശുഭകരമായ നാമങ്ങളിൽ ഒന്ന്. മറ്റൊരു നാമം അച്യുത് എന്നാണ്. അച്യുത് എന്ന നാമം വളരെ ശുഭകരമായ നാമമാകുന്നു. ഈ നാമത്തിന്റെ അർത്ഥം ഒരിക്കലും തകരാത്തത് എന്നാകുന്നു. എവിടെയും വിജയങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്നവർ എന്നുകൂടി അർത്ഥമാക്കാം. വിഷ്ണു ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാനുമായി ബന്ധപ്പെട്ട നാമം കൂടിയാകുന്നു. അതിനാൽ അത്രമേൽ വിശേഷമാർന്ന നാമം. അവ്യയ് എന്ന നാമവും ഏറ്റവും ശുഭകരമാണ്. ഈ നാമം സുപരിചിതമല്ല എന്ന് തന്നെ പറയാം. എന്നാൽ കുട്ടികൾക്ക് ഇടാൻ സാധിക്കുന്നതായ ഏറ്റവും വിശേഷപ്പെട്ട നാമം. ഈ നാമത്തിന്റെ അർത്ഥം മോശവശം ഇല്ലാത്തവർ എന്നാകുന്നു. ഗണപതി ഭഗവാനുമായി ബന്ധപ്പെട്ടും ശ്രീകൃഷ്ണ ഭഗവാനുമായി ബന്ധപ്പെട്ടും ഉള്ള നാമം. അതിനാൽ കുട്ടികൾക്കിടുന്നതും ഇരു ദേവതകളുടെയും കടാക്ഷം വന്ന് ചേരുന്നതിന് സഹായകരമാണ് എന്ന് കൂടി മനസ്സിലാക്കുക. ഏറ്റവും ശുഭകരം തന്നെയാകുന്നു. മറ്റൊരു നാമം മാധവ് എന്നാണ്. മാധവ് എന്ന നാമത്തിന് ചില പ്രത്യേകതകളുണ്ട്. മാധവ് എന്ന നാമം കേരളത്തിൽ സുപരിചിതമായ ഒരു നാമം തന്നെയാകുന്നു. തേൻ പോലെ മധുരമായവർ എന്ന് അർത്ഥമാക്കാം. അതേപോലെ തന്നെ സവിശേഷമായത് എന്നും അർത്ഥമാക്കുവാൻ സാധിക്കും. വസന്തകാലത്ത് ജനിച്ചവർ എന്നുകൂടി മാധവ് എന്ന നാമത്തിന്റെ അർത്ഥമായി പരാമർശിക്കാം. ശുഭകരമായ നാമം. മറ്റൊരു നാമം ശ്യാം എന്നാണ്. ശ്യാം എന്ന നാമത്തിന്റെ അർത്ഥം കടും, നീല, കറുപ്പ് എന്നീ അർത്ഥങ്ങളാകുന്നു.
ഏറ്റവും ശുഭകരമായ നാമമാണ് എന്ന് തന്നെ പറയാം. കുട്ടികൾക്ക് വളരെ സുപരിചിതമായ നാമം തന്നെയാണ് ശ്യാം. അതേപോലെ തന്നെ സുപരിചിതമല്ലാത്ത ഒരു നാമമാണ് ആനന്ദജിത്ത് എന്ന നാമം. ഈ നാമവും ഈ പേര് കുട്ടികൾക്കിടുന്നത് ശുഭകരം തന്നെയാകുന്നു. കാരണം അനന്തതയുടെ വിജയി എന്ന് അർത്ഥമാക്കാം. വിജയങ്ങൾ കരസ്ഥമാക്കുന്ന ഒരു നാമം തന്നെയാണ് ഇത്. എവിടെയും വിജയങ്ങൾ നേടുവാൻ സാധിക്കും. ശ്രീകൃഷ്ണ ഭഗവാനുമായി ബന്ധപ്പെട്ടും വിഷ്ണു ഭഗവാനുമായി ബന്ധപ്പെട്ടും പരാമർശിക്കപ്പെടുന്നതായ നാമം. ഈ നാമം കുട്ടികൾക്കിടുന്നത് ഒരു ജീവിതത്തിൽ ഭാവിയിൽ വിജയങ്ങൾ കൈവരിക്കുവാൻ സഹായകരമാണ് എന്ന കാര്യവും ഓർക്കുക. ശുഭകരമായ നാമം തന്നെയാണ്. വാസുദേവ് എന്ന നാമവും കുട്ടികൾക്ക് ഇടാൻ സാധിക്കുന്നതായ നാമം തന്നെയാണ്. ഏവർക്കും അറിയാം, സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ പിതാവിന്റെ നാമമാണ്. ധനത്തിന്റെ അധിപൻ എന്ന് അർത്ഥമാക്കാം. അതിനാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. ശുഭകരമായ നാമമാകുന്നു. നിത്യവും പറയുന്നത് പോലും ഏറ്റവും വിശേഷമാണ് എന്ന കാര്യവും അറിയുക. മറ്റൊരു നാമം ശ്രീ അൻഷ് എന്നാകുന്നു. ഈ നാമത്തിന്റെ പ്രത്യേകത വളരെയധികം വിശേഷപ്പെട്ട അർത്ഥമുണ്ട് എന്ന് തന്നെയാണ്. ഭഗവാന്റെ അംശവുമായി ജനിച്ചവർ എന്ന് തന്നെ അർത്ഥമാക്കാം. അതിനാൽ തന്നെ ഈശ്വരാധീനം ജീവിതത്തിൽ വർദ്ധിക്കും എന്ന കാര്യം നിസ്സംശയം പറയാം. ഈ നാമം നിത്യവും പറയുന്നത് പോലും ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കുക. മറ്റൊരു നാമം അദ്വിക് എന്നാണ്. ഈ നാമം പലപ്പോഴും കുട്ടികൾക്ക് ഇടുന്നതായ നാമമാണ്. ആദ്വിക് എന്ന ഈ നാമം തീർച്ചയായും വളരെ ശുഭകരമായ ഒരു നാമം തന്നെയാകുന്നു. തീർച്ചയായും ആ കുട്ടികൾ അത്രമേൽ പവിത്രമാണ് എന്ന് തന്നെയാണ് അർത്ഥമാക്കുന്നത്. ഈ നാമത്തിന്റെ അർത്ഥം അപ്രകാരമാകുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവരുടെ ജീവിതത്തിലേക്കും കടന്നു വരും. അതിനാൽ തന്നെ ഈ നാമവും ഏറ്റവും ശുഭകരമാണ്. റയാൻഷ് എന്ന നാമവും ഏറ്റവും ശുഭകരമാണ്. പല കുട്ടികൾക്കും ഇല്ലാത്തതായ ഒരു നാമമാണ്, അഥവാ സുപരിചിതമല്ല എന്നതാണ് വാസ്തവം. എന്നാൽ ഇടാൻ സാധിക്കുന്നതായ ഏറ്റവും ശുഭകരമായ നാമം റയാൻസ് എന്ന നാമം ഇടുകയാണ് എങ്കിൽ തീർച്ചയായും ആ കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വന്നു ചേരാം. അതായത് വിഷ്ണു ഭഗവാനുമായി ബന്ധപ്പെട്ട കടാക്ഷം വന്നു ചേരാം. വിഷ്ണു ഭഗവാനുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്ന ഒരു നാമമാണ്. ആദ്യ കിരണം എന്ന് തന്നെ അർത്ഥമാക്കാം. റയാൻഷ് എന്ന ഈ നാമം തീർച്ചയായും ശുഭകരമായ നാമം തന്നെയാകുന്നു.